വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് വീഡിയോസ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് പാർട്സിൻ്റെ ഡാർക്ക്നെസ്, അതുപോലെ ബാഡ് ഓർഡർ, ഇറിറ്റേഷൻ, ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇത് വരുന്നതിൻ്റെ കാരണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മേ ബി ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ അതിൽ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഒരു ഡോക്ടറെ പോയി കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനൊരു ഡോക്ടർ അല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഒരു ഡോക്ടറിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക. അങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എന്താ പറയുക, പുറത്തുനിന്നുള്ള ഇങ്ങനത്തെ റെമഡീസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ ഇറിറ്റേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ബാഡ് ഓർഡറൊക്കെ വരാം പ്രൈവറ്റ് പാർട്സിൽ എന്നുള്ളതും അത് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശരീരഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭയങ്കര ഹൈജീനായിട്ട് വൃത്തിയിൽ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് വജൈനൽ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ടാണല്ലോ. അപ്പോൾ അത്രയും ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മളത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം വജൈനൽ ഏരിയയുടെ ഒരു pH ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബോഡി pH ലെവലിൽ നിന്നും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു 3.8 to 4.5, അതായത് 3.8 തൊട്ടിട്ട് 4.5 അതൊക്കെയാണ് വജൈനൽ ഏരിയയുടെ ഒരു നോർമൽ pH ലെവൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും, അതായത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ട് മേ ബി എന്ത് ചെയ്യാം, ആ ഒരു pH ലെവലിൽ വേരിയേഷൻ വരും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ വജൈനൽ ഏരിയയ്ക്ക് എന്താണ്, ഒരു നോർമൽ ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവും. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതിൽ മെയിനായിട്ട് ആദ്യം തന്നെ പറയുന്നത് ഓർഡറിനെ കുറിച്ചാണ്. അതായത് വജൈനൽ പാർട്ട്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിലെ ഓർഡർ, സ്മെല്ല്, ബാഡ് സ്മെല്ലിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്. അപ്പോൾ വജൈനൽ ഏരിയയിൽ നമുക്ക് നോർമലി എന്തുണ്ടാവും, ഒരു സ്മെല്ല് ഉണ്ടാവും. അതെന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിൽ നിന്ന് എന്താ പറയുക, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബാഡ് സ്മെൽ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എന്തോ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ വജൈനൽ ഏരിയയ്ക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമുക്ക് പനി അല്ലെങ്കിൽ എന്തെങ്കിലും പീരീഡ്സ് ടൈം, ഈ ടൈമിലൊക്കെ എന്തുണ്ടാവും, നമ്മുടെ വജൈനൽ ഏരിയയുടെ നോർമൽ ആ ഒരു സ്മെല്ലിൽ നിന്ന് ചെറിയ വേരിയേഷനൊക്കെ മേ ബി ഉണ്ടാവാം. പക്ഷെ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അത് എല്ലാ സ്ത്രീകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ്, നമുക്ക് വയ്യാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്തുണ്ടാവാം, ഈ ഒരു സ്മെല്ലിന് ചെറിയ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് സഹിക്കാൻ പറ്റാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിക്കുള്ള സ്മെല്ല് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വജൈനൽ ഏരിയ എന്താണ്, ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ വജൈനൽ ഏരിയയിൽ ഒരു ഫിഷി സ്മെല്ല് വരികയാണ്, ഭയങ്കര ഇങ്ങനെ ഈ മീനിൻ്റെയൊക്കെ സ്മെല്ല് പോലത്തെ, ഉണക്ക മീനിൻ്റെയൊക്കെ സ്മെല്ല് പോലത്തെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാവും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലാണ് ഇത്തരത്തിലുള്ള ഫിഷി സ്മെൽസ് ഉണ്ടാവുക. ഇനി ഭയങ്കര പൊളിച്ച സ്മെല്ല്, അങ്ങനത്തെ സ്മെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം മേ ബി നിങ്ങളുടെ വജൈനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് മാറ്റുക എന്നുള്ളതാണ്. ഈ ഇൻഫെക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാഡ് ഓർഡറിലോട്ട് നയിക്കുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ഒഴിവാക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് വെറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ധരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ വജൈനൽ ഏരിയ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഭയങ്കര ബാഡ് സ്മെൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നനഞ്ഞ പാൻറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അത് ഭയങ്കര എന്താ പറയുക, തെറ്റായിട്ടുള്ള, അതായത് അവിടുത്തെ വൃത്തി ഇല്ലായ്മയെ അല്ലെങ്കിൽ വൃത്തിയോട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. വെറ്റ് പാൻറ്റീസ് ഒരിക്കലും ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാത്റൂമിലൊക്കെ പോയിട്ട് പീ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ നോർമലി ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വജൈനൽ ഏരിയ നല്ല വൃത്തിയായിട്ട് കഴുകാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ട് നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വജൈനൽ ഏരിയയിൽ യൂസ് ചെയ്യരുത്. നോർമൽ നമ്മുടെ സാധാ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. കാരണം വജൈന എന്ന് പറയുന്നത് അതിന് സ്വയം ക്ലീൻ ആക്കാനുള്ള ഒരു
എന്താ പറയാ എബിലിറ്റി ഉണ്ട്. അതായത് അത് സ്വയം എന്ത് ചെയ്തോളും, ക്ലീൻ ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്യേണ്ട, ബാക്കി ഭാഗങ്ങൾ നമ്മുടെ ഫേസ് അതുപോലെയുള്ള നമ്മുടെ വേറെ ശരീരഭാഗങ്ങൾ വൃത്തിയാക്കി നമ്മൾ സോപ്പ് വെച്ചിട്ടോ അങ്ങനെയൊന്നും കഴുകുന്ന പോലെ അവിടെ കഴുകേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിന് തന്നെ എന്തുണ്ട്, ക്ലീൻ ആക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നോർമൽ നമ്മുടെ സാധാ വെള്ളം യൂസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് കഴുകുക. പിന്നെ കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നല്ലൊരു എന്താ പറയുക തുണി വെച്ചിട്ടോ, ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പാക്ക് ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ ആക്കണം. ആ നമ്പർ 1 ആയിട്ടൊരു കാരണം എന്ന് പറയുന്നത് മേ ബി ഇതാവാം. ഈ ഡ്രൈ ആക്കാതെ വെറ്റായിട്ട് കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് വരും, വജൈനൽ ഏരിയയിൽ ഇൻഫെക്ഷൻസ് വരും. അത് മാത്രമല്ല ഇത് ബാഡ് സ്മെല്ലിന് കാരണമാകും. പിന്നെ നിങ്ങൾ വജൈനൽ ഏരിയ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുറകിൽ നിന്ന് മുന്നോട്ട് വജൈനൽ ഏരിയ വാഷ് ചെയ്യരുത്. അത് എന്താ പറയുക, നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം പുറകിൽ മലദ്വാരം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വജൈനയിലോട്ട് നമ്മളിങ്ങനെ പിറകുന്ന മുന്നിലേക്ക് വാഷ് ചെയ്യുമ്പോൾ വജൈനയിലോട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ഇൻഫെക്ഷൻസ് വരാനും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ചാൻസ് ഉണ്ട്, വജൈനൽ ഏരിയയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓൾവേസ് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ നിന്ന് പുറകിലോട്ട് മാത്രം എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ ഒരുപാട് ക്രീംസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതൊന്നും എടുത്തിട്ട് എന്ത് ചെയ്യരുത്, വജൈനൽ ഏരിയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. വജൈന ഏരിയ എന്ന് പറയുന്നത്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, വജൈന എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആ ഉള്ളിലോട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ വജൈന എന്ന് പറയാം. പുറമെയുള്ള ഭാഗത്ത് നമ്മൾ ശരിക്കും പറയുന്നത് വൾവ എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വജൈന എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ലിപ്സ് പോലത്തെ ഭാഗം വരുന്ന ഭാഗം നമ്മൾ വൾവ എന്നാണ് പൊതുവെ പറയുന്നത്, നമ്മൾ പുറമേക്ക് കാണുന്ന ഭാഗത്തിന്. അപ്പൊ ഈ വൾവ ഏരിയയിൽ നിങ്ങൾ ഒരിക്കലും എന്ത്, അതുപോലെ വജൈനയുടെ ഉള്ളിലോട്ടൊന്നും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ക്രീംസ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ഇങ്ങനെ വജൈനൽ ഏരിയയിൽ ക്ലീൻ ആക്കാൻ, അവിടുത്തെ സ്മെല്ല് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ജെല്ലുകളും കാര്യങ്ങളും ക്രീംസും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതെ, കോസ്മെറ്റിക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഓൾവേസ് കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പം നമ്മൾ പൊതുവേ ഉള്ളതാണ് ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊന്നും മേ ബി നമ്മുടെ വജൈനയ്ക്ക് അത്ര നല്ലതാവണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും കോട്ടൺ പാൻറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്മെല്ലുള്ള പാഡ്സ് യൂസ് ചെയ്യുന്നത് മേ ബി നമ്മുടെ വജൈനയിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില പെർഫ്യൂം സ്പ്രേസ് ഒക്കെ ഉണ്ട് വജൈനൽ ഏരിയയിലെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പം ആ ഒരു ദുർഗന്ധത്തിൽ നിന്നൊക്കെ ഒരു ഇതുണ്ടാവും, പക്ഷെ പിന്നീട് അത് വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇങ്ങനെ പെർഫ്യൂംസ് കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓൾവേസ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ സ്മെല്ലുള്ള പാഡ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും അത്ര ഇതില്ലാത്ത, കോട്ടൺ ഒന്നും അല്ലാത്ത പാൻറ്റീസ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ചിലർ ഈ പാൻറ്റീസ് ഒക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജന്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് മേ ബി എന്ത് ചെയ്യും, ആ ഡിറ്റർജന്റിന്റെ ഒക്കെ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ആ ഒരു പാൻറ്റീസിന്റെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തൊക്കെ പിടിച്ചു കിടക്കാനുള്ള ചാൻസ് ഉണ്ട്, വൃത്തിയായിട്ട് ക്ലീൻ ആവാതെ. അപ്പൊ നിങ്ങൾ ഓൾവേസ് എന്ത് ചെയ്യുക, പാൻറ്റീസ് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കൈ വെച്ചിട്ട് വാഷ് ചെയ്യുക. അതുപോലെ ഹാർഷ് ആയിട്ടുള്ള ഡിറ്റർജന്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. മൈൽഡ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉള്ള പാൻറ്റീസ് ഉപയോഗിക്കാണ്ടിരിക്കുക. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഞാൻ കുറെ ബാഡ് ഓർഡേഴ്സ് ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ബാഡ് ഓർഡേഴ്സ് ഉണ്ട് വജൈനൽ ഏരിയയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ എന്തൊക്കെ ചെയ്യാൻ വീട്ടിൽ എന്നുള്ളതാണ്. അതായത് ഒട്ടും തന്നെ ഹാംഫുൾ ഒന്നല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വജൈന എന്ന് പറയുന്നത് സ്വയം ക്ലീൻ ആക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എഗെയിൻ എന്ത് ചെയ്യേണ്ട, ഈ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സോപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, ഇന്റിമേറ്റ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ചില സമയത്ത് അത്രയും നിർബന്ധമാണ് എന്തെങ്കിലും യൂസ്, ഇപ്പൊ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് അത്രയും എന്താണ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സമയത്ത് നിങ്ങൾക്ക് അത്രയും മൈൽഡ് ആയിട്ടുള്ള സോപ്സ് അവൈലബിൾ ആണ് കേട്ടോ വജൈന ക്ലീൻ ആക്കാനുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈൽഡ് ആയിട്ടുള്ള സോപ്പിന്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഓൾവേസ് ഇത്തരത്തിലുള്ള സോപ്പുകൾക്ക്, ഈ മൈൽഡ് ആയിട്ടുള്ള സോപ്സ് നമ്മൾ വജൈനയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി വാങ്ങുന്നതാണെങ്കിൽ അതിന് കുറച്ച് പൈസ കൂടുതലായിരിക്കും. പക്ഷേ എന്തായാലും അത്രയും നമ്മുടെ ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് അത് ചിലവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇത്തരത്തിൽ ബാഡ് ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്
മോരെന്ന് പറയുന്നത് തൈര് എടുക്കരുത്, മോര് തന്നെ എടുക്കുക. ഈ മോര് എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് മോര് എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വജൈനൽ ഏരിയ, അതായത് വൾവ വൃത്തിയാക്കി കഴുകുക. ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വജൈനയുടെ ഉള്ളിലോട്ട് നിങ്ങൾ ഈ വെള്ളം യൂസ് ചെയ്ത് കഴുകാനൊന്നും നിൽക്കരുത്. പുറം ഭാഗം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ അവിടുത്തെ ബാഡ് സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മുടെ വജൈനൽ ഏരിയയിൽ സ്മെല്ലിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ചില ഫുഡുകൾ കാരണം നമ്മുടെ വജൈനൽ ഏരിയയിൽ സ്മെൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണ്, ആൽക്കഹോളിക് സംഭവങ്ങളൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവരും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാഡ് സ്മെൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഗാർലിക് കഴിക്കുന്നത് നല്ലതാണ്, വെളുത്തുള്ളി. പക്ഷേ ഈ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് പൊതുവേ നമ്മുടെ സ്വെറ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സ്വെറ്റിന്, ആ ഒരു വിയർപ്പിന് തന്നെ എന്തുണ്ടാവും, ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വെളുത്തുള്ളിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ വജൈനൽ ഏരിയയിൽ എന്തുണ്ടാവാം, ഈ ഒരു സ്മെല്ല് കൂടാൻ, ബാഡ് ഓർഡർ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നല്ല ഇലക്കറികൾ, അതുപോലെ തന്നെ നല്ല കണ്ടൻസ് അടങ്ങുന്ന ഫുഡ്, വെജിറ്റബിൾസ്, അതൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ വജൈനൽ ഏരിയയിൽ ആ സ്മെല്ലിന്റെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് ഓൾവേസ് നല്ലതാണ്. പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാർക്ക്നെസ്, പ്രൈവറ്റ് ഏരിയയിലെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത്, അതും ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ ഏത് സ്കിൻ ടോൺ ആവട്ടെ, ഫെയർ ആയാലും മീഡിയം ആയാലും ഡസ്കി, ഏത് സ്കിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് ഡാർക്ക്നെസ് എന്തായാലും ഉണ്ടാവും. അത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് എഗെയിൻ നിങ്ങൾ മേ ബി നിങ്ങൾ ഇത്തരത്തിലുള്ള ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ പല ഹോം റെമഡീസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ വാങ്ങി തേക്കുമ്പോഴാണ് അവിടുത്തെ pH ലെവല്, അതായത് ഓൾറെഡി വജൈനൽ ഏരിയയിൽ എന്തുണ്ടാവും, ഒരു ബാക്ടീരിയ ഉണ്ടാവും, അതായത് നല്ല ബാക്ടീരിയ, അതിന്റെ ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ നല്ല വൃത്തിക്ക് pH ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ അത് എന്താ പറയാ കറുത്തിരിക്കുകയാണല്ലോ, വെളുപ്പിക്കാന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള ക്രീംസും കാര്യങ്ങളും ഹോം റെമഡീസ് ഒക്കെ എടുത്ത് അവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ pH ലെവൽ തെറ്റിയിട്ടായിരിക്കും മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഇത്തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഇറിറ്റേഷനും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ആ ഭാഗത്തെ ഡാർക്ക്നെസ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഏത് സ്കിൻ ടോൺ ഉള്ള ആരെങ്കിലും, നിങ്ങൾ ഫെയർ ആവട്ടെ മീഡിയം ആവട്ടെ, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് എഗെയിൻ എന്താവും, അവിടെ ഡാർക്ക് ആവാനും ബാഡ് സ്മെൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനും വേറെ എന്തെങ്കിലും അസുഖത്തിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ അവിടെ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ ബോയ്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ അമ്മമാർക്കോ സിസ്റ്റേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.